മലബാർ ടെക് ആൻഡ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഒരു കംപ്ലൈൻറ്റ് പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 800 ഗിയർ സ്വല്പം പ്ലേ, അതായത് ഗിയർ വീഴുന്നുണ്ട്, എന്നാലും ഗിയർ ടൈറ്റ് ആണ്. വണ്ടി വരുന്നുണ്ട്, നമുക്ക് വണ്ടി എന്താ വന്നിട്ട് എന്താ കംപ്ലൈൻറ്റ് നമുക്ക് നോക്കാം. ഈ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എന്നെ വിളിയായി ഓളൊന്ന് കൊടുക്കുക. എന്നാൽ ഞാൻ ചെയ്യുന്ന എല്ലാ മെക്കാനിക്കൽ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വണ്ടി എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ നമ്മളെ ഫ്രണ്ട് പറഞ്ഞ പോലെ തന്നെ ഗിയർ നല്ല പ്ലേ ഉണ്ട്, ഗിയർ വീഴുന്നുണ്ട്, എന്നാലും ടൈറ്റാണ്. നമുക്ക് നോക്കാം. അത് നമ്മളെ ഷിഫ്റ്റർ റാഡും യോക്കും തമ്മിലുള്ളൊരു പിന്നുണ്ട്, ആ പിന്ന് ഡാമേജ് ആയെന്ന് തോന്നുന്നു. നമുക്ക് അയച്ചു നോക്കാം. അത് ഫസ്റ്റ് നമ്മളെ ടീ ബുഷിൻ്റെ അവിടുത്തെ ഷിഫ്റ്റർ റാഡിൻ്റെ ഒരു 10-ൻ്റെ ബോൾട്ട് അയച്ചിട്ട് ആ റാഡ് നമുക്കൊന്ന് ഫ്രീ ആക്കിയിടണം. ഗിയർ ഓയിലൊന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കണം. ഗിയർ ബോക്സിൻ്റെ ആമിൻ യോക്കും അത് അയക്കണമെങ്കിൽ അവിടുത്തെ ഒരു പ്ലേറ്റ് അയക്കാണ്ട്, അപ്പോൾ അവിടെയാണ് ഗിയർ ഓയിലൊക്കെ നിൽക്കുന്നത്. നമ്മൾ ഗിയർ ഓയിലൊന്ന് ഡ്രെയിൻ ചെയ്യണം ഫസ്റ്റ്. ഇനി നമുക്ക് ആം ഷാഫ്റ്റിൻ്റെ ക്യാപ്പ് ഉണ്ട്, ആ ക്യാപ്പ് അയച്ചെടുക്കണം. അതിന് 10-ൻ്റെ ബോൾട്ടാണ് വരിക. 10-ൻ്റെ ബോൾട്ട് മൊത്തം അയച്ചെടുത്തിട്ട് സ്വല്പം ഒന്ന് ഹാമർ വെച്ച് തട്ടിയിട്ട് ബോണ്ടിൽ ടൈറ്റായിരിക്കും, ജസ്റ്റ് തട്ടിയെടുക്കാം. ഇതാണ് പിന്നെ 3 പീസ് കഷ്ണങ്ങളായിട്ടുണ്ട്. അത് ആ പിന്നെ നമുക്ക് ജസ്റ്റ് തട്ടിയെടുക്കണം. തട്ടിയെടുക്കേണ്ട കറക്റ്റ് ടൂൾസ് ഇല്ല, നമ്മൾ ഡാമേജ് ചെയ്യാതെ ടൂൾസ് വെച്ചിട്ട് നമുക്ക് തട്ടി എടുക്കാം. ആമും യോക്കാണ് ഇത് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ തട്ടിയെടുക്കുന്ന പിന്നിൻ്റെ കൂടെയുള്ളത് യോക്കും മറ്റേ ഈ ഭാഗത്തുള്ളത് ആമുമാണ്. കഷ്ണങ്ങളായിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് തട്ടിയിട്ടൊന്നും പോരുന്നില്ല, കുറച്ച് പാടാണ്. അങ്ങനെ നമുക്ക് എടുക്കാം, അയച്ചെടുത്താലേ പറ്റൂ.
കണ്ട. പിന്നെ ഇത്ര ബുദ്ധിമുട്ടാക്കിയ സംഭവിച്ചാൽ ഇത് 3 പീസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ടാണ് ബുദ്ധിമുട്ടിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു പിന്നാണ് കംപ്ലൈൻറ്റ്. ചെറിയ ഇതിന് 50-60 രൂപ വില ഉണ്ടാവും. അതായത് ഈ പിന്നെ 3 പീസായിട്ട് മുറിഞ്ഞു പോയി. അതായത് ഷിഫ്റ്റർ റാഡിൻ്റെ പിന്നായത്. നമുക്ക് ഈ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമൊന്നുമില്ല. ഷിഫ്റ്റർ റാഡിൻ്റെ ഹോൾസും യോക്കിൻ്റെ ഹോൾസും സ്റ്റഡി ആയിട്ട് നിർത്തിയിട്ട് പിന്നെ അങ്ങോട്ട് അടിച്ച് കയറ്റുക, അത്രേ ഉള്ളൂ. ടൂൾസ് കൊണ്ട് ആരും അടിക്കുന്നത് വിചാരിക്കരുത്, ഇതെല്ലാം ഡാമേജ് ആയ ടൂൾസാണ്. നമ്മളിതിനൊക്കെ പ്ലേറ്റ് എന്നൊക്കെ പറയുന്നത് ആം ഷാഫ്റ്റിൻ്റെ ക്യാപ്പാണ്. സൈഡിൽ ബോണ്ട് ഇട്ടിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇത് ഓറിങ്ങൊക്കെ തേയ്മാനം വന്നിട്ടുണ്ട്, ബോണ്ട് ഇട്ട് ഫിറ്റ് ചെയ്യണം. ഇപ്പം ഗിയർ ഓക്കെയാണ്, പ്ലേയും കാര്യങ്ങളൊന്നുമില്ല, ഗിയറൊക്കെ കറക്റ്റ് വീഴുന്നുണ്ട്, ഗിയറൊക്കെ സ്മൂത്താണ്. നമ്മൾ ഗിയർ ഓയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഡ്രെയിൻ ചെയ്ത് ഗിയർ ഓയിലൊന്ന് ഫില്ല് ചെയ്യണം. മാരുതി 800 പ്രത്യേകിച്ച് നമുക്ക് ഗിയർ ഓയിൽ മുകളിൽ നിന്ന് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ലെവലും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം. മുകളിൽ നിന്ന് ഇവിടെ മുകളിൽ തന്നെ ആയിട്ട് ഒരു ക്യാപ്പ്, ഒരു കോർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഡിപ്സ്റ്റിക്ക്
നമ്മൾ ഓയിലൊക്കെ ചെക്ക് ചെയ്യുന്ന പോലെ ഡിപ്പ് സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ത്രെഡിൽ ടൈറ്റ് ചെയ്തിട്ടാണ്ടാൽ അത് ലൂസ് ചെയ്തെടുക്കുക. അതിൽ തന്നെ മാർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കിനി ഓയിൽ നമുക്ക് ഫില്ല് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അടുത്തൊരാഴ്ച അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.